ഈദ് മുബാറക്. അപ്പൊ ഇന്ന് പെരുന്നാളാണ് ഗൈസ്. അപ്പൊ നമ്മള് ഇപ്പൊ സുബഹായി, ബാങ്കൊക്കെ കൊടുത്തു, സുബഹായി. അപ്പൊ നമ്മള് ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമ്മള് കുറെ നേരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എങ്ങനെയൊക്കെയാ സെറ്റായി ഒന്നൊക്കെ അടിപൊളിയായിട്ട്. എൻ്റെ ഉമ്മയാണ് ചെയ്ത്. ബലൂൺ ഞാൻ കുറച്ച് ഒപ്പിച്ചിട്ടുള്ളൂ, എനിക്ക് ബലൂൺ ഒപ്പിക്കാറില്ല. പിന്നെ ഇവിടെയൊക്കെ പാടുകൾ ഇങ്ങനെ പോയി. പിന്നെ ഉമ്മയും കഷ്ടപ്പെട്ട് ബലൂണൊക്കെ ഒപ്പിച്ച് ഇവിടെ ഒക്കെ ഡെക്കറേഷൻ ആക്കി. ഞാനല്ല ഗൈസ്, ഉമ്മയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ബലൂൺ ഇല്ലാത്ത ഒരു പരിപാടി തന്നെ ഇല്ല. ബലൂൺ ഉണ്ടാവണം. അപ്പൊ നമ്മള് ബലൂൺ ഇനി എൻ്റെ ഭക്തിയിലൊക്കെ കുറേ ഉണ്ട് ഗൈസ്. പെരുന്നാളിന്റെ ഞാൻ ഡെക്കറേഷൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ബലൂൺ ഇതൊക്കെ എൻ്റെ ഉമ്മ വീർപ്പിച്ചാണ് ഗൈസ്. ഇതൊക്കെ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? കണ്ടോ? ഇതൊക്കെ പശട്ടാക്കി വെച്ചാണ്. നമ്മളത് നൂലിട്ട് ഇതിന്റെ മേലെ ഉണ്ടായിരുന്നാണ്. പിന്നെ അതാ ഇവിടെയൊക്കെ മുട്ടായി. ഇവിടെ ആരെങ്കിലും വിരുന്ന് വരുമ്പോ ഇവിടെ കൊടുക്കാനാണ് ഗൈസ് ഡെക്കറേഷൻ. അവിടെ ഒതുക്കിട്ട് വരണേ മരാക്കോളം ഒതുക്കി നല്ല അടി കിട്ടും. എന്താ ഈദ് മുബാറക്. ഈ ഐ പിന്നെ എന്തായിരിക്കും മനസ്സിലായില്ല. MUBAR. അപ്പൊ എല്ലാവർക്കും ഇത് മുബാറക്. ഫ്രണ്ട്സിനോടൊക്കെ പറയും ഗൈസ്. ഫുള്ളായിട്ട് നമ്മൾ കാണാൻ നമ്മളെ വീഡിയോ ഒക്കെ വിട്ട് ഫുള്ളായിട്ട് കാണണം ഗൈസ്. ഉണ്ടോ? ഇതൊക്കെ വിരുന്നേക്ക് കൊടുക്കാനാണ് ഗൈസ്. ഇതൊക്കെ വിരുന്നേക്കൊക്കെ ഇവിടെ കുട്ടികൾക്ക് വരുമ്പോൾ കൊടുക്കാനാണ്. ഇനി നിങ്ങൾ ഇത് മുതൽ കണ്ടിട്ടുള്ള ഇവിടെ ലൈറ്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ TV വരട്ടാണ് ഗൈസ്. വാങ്ങിക്കും ഇത് പറയാനാ. ഇപ്പൊ ഇതാ 1 2 3 സ്റ്റാർട്ട്. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ സെറ്റ് ആക്കാറുണ്ടോ? അത് നിങ്ങൾ കമ്പനിയോടെ പറയും ഗൈസ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ സെറ്റ് ആക്കാൻ ഐഡിയ സെറ്റ് ആക്കി ഗൈസ്. അല്ലോ ഇതൊക്കെ ഞാൻ ഐഡിയ സെറ്റ് ആക്കിയാണ്. ഇത് ഞാൻ സെറ്റ് ആക്കിയല്ല, എൻ്റെ ഉമ്മനെ സെറ്റ് ആക്കിയാണ്. ഇതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയാണ്. ബലൂണൊക്കെ ഈ ബലൂണ് സെറ്റ് ആക്കിയാണ്. ഈ ബലൂൺ സെറ്റ് ആക്കിയാണ്. ഇത് ഉമ്മ സെറ്റ്. എൻ്റെ ഉമ്മ ബലൂണിന്റെ ആളാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ സെറ്റ് ആക്കുകയാണ്. നിങ്ങൾ കമ്പനിയുള്ള പറയും. ഉപ്പാനെ കാത്തിക്കാണ്. ഉപ്പ കടയ്ക്ക് പോയിക്കാണ് ഗൈസ്. ഇപ്പൊ കുറച്ച് മിനിറ്റേ വരുള്ളൂ. ഇത് കണ്ട ഉമ്മാക്കൊക്കെ ഉപ്പാക്കൊക്കെ ചിരി വരും ഗൈസ്. ഇങ്ങോട്ട് വന്നാല് പിന്നെ വാങ്ങിക്കൊടുക്കും. ഇതാണ് പ്രശ്നം കേട്ടോ. നിങ്ങളെ ഉമ്മ ഇതുപോലെ ചെയ്യാറുണ്ടോ? അത് നിങ്ങൾക്ക് അങ്ങനെയുള്ള പറയും ഗൈസ്. എന്റെ ഉമ്മ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നിങ്ങളെ ഉമ്മ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇതുപോലൊക്കെ ചെയ്യാറുണ്ടോ? അത് നിങ്ങൾ കമ്പനിയോടെ പറയും ഗൈസ്. ഇതുപോലൊക്കെ ചെയ്യാറുണ്ട് നിങ്ങൾ കമ്പനിയോടെ പറയും ഗൈസ്. ഇനി ഞാൻ കുളിച്ചിട്ട് വരാം ഗൈസ്. പിന്നെ അവിടെ ഒരു ബലൂൺ ഉണ്ട്. അതിൻ്റെ ഉപ്പ് വരുമ്പോ കാണാനാണ് ഗൈസ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടോ? ഇതാ 3 ബലൂണ്. അങ്ങനെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത് കമ്പനിയോടെ പറയും ഗൈസ്. അപ്പൊ ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് വെളിച്ചം കാണിച്ചു തരാം. ഗൈസ് കണ്ടോ? നല്ല വെളിച്ചൂടെ ഇരിക്കുമ്പോ എന്താ സുഖം പറയും ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നെ ഡ്രസ്സ് കാണിച്ചു തരാം. എന്റെ ഡ്രസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്റെ ഡ്രസ്സ് ഗൈസ്. ഉണ്ടോ? ഷർട്ട് ഗൈസ് കളറുണ്ട്. ഇതാ ഷർട്ട്. ഇതാ പിന്നെ വഗി പാൻറ്. ഇതാണ് പാൻറ്. അപ്പൊ ഇത് പള്ളിക്ക് പോകുമ്പോ ഇടാനുള്ള സാധനമാണ് ഗൈസ്. കണ്ടോ? ഉമ്മാക്ക് വീട്ടിലുള്ള ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ പോകുമ്പോഴത്തെ ഡ്രസ്സാണ് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഗൈസ്. കണ്ടോ? ഇതാണ് നമ്മുടെ ഡ്രസ്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. പിന്നെ ഇതാണ് മക്കളുടെ ഡ്രസ്സ്. ഓരോ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വേറെ ഉണ്ട്. അതൊക്കെ നല്ല അടിപൊളി ഡ്രസ്സുകളാണ് ഗെയ്സ്. അത്
പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇടത്തപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡ്രസ്സ്. ഇന്ന ഡ്രസ്സ് ഇന്ന് കണ്ടിട്ടുണ്ടാവും ഗൈസ്. സെറ്റായില്ലേ? പേര് വിളിച്ചിരുന്നു. ഞാൻ എന്തോ എൻ്റെ വാച്ച് കൊടുത്തോ ചെക്ക് എന്നാ അതിന് വേണ്ട കഴിക്കേ സലാം. അപ്പൊ നമ്മള് പള്ളിക്ക് പോയി വന്നു. ഇപ്പൊ ഞങ്ങള് ഹവലിലേക്ക് വേണ്ടിട്ട് വരികയാണ്. അപ്പൊ ഞങ്ങൾ ചോറ് വെച്ചു. അപ്പൊ വീടെടുക്കാൻ പറ്റിയില്ലേ ഗെയ്സ്. പിന്നെ അവിൽ മിൽക്ക് ഇതാ എനിക്ക് കുറെ ദിവസമായി അവിൽ മിൽക്ക് വന്നു ഇപ്പോഴും പറയണം അല്ലേ? ഇതാ അവിൽ മിൽക്ക്. അപ്പൊ അത് തിന്നാൻ വെച്ചു. സൂപ്പ് അടിപൊളി നന്നായിട്ടില്ല. ഇപ്പൊ അങ്ങനെയുള്ളത് താരമാന്റെ വീട്ടിലാണ് ഗെയ്സ്. പുതത്തി താരമാന്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങള് രാത്രിയാണ് എത്തിയത്. ഇപ്പൊ ഞങ്ങള് പടക്കം പൊട്ടിക്കാണ് പോവാണ്. പടക്കമൊക്കെ സെറ്റ് ചെയ്യാണ്. നമുക്ക് പടക്കം പൊട്ടിക്കാൻ പോവാ ഗെയ്സ്. ഇന്നെ കാണണ്ടാവില്ല, ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി വെച്ചിട്ടാണ്. പടക്കം പൊട്ടുമ്പോ ലൈറ്റ് ഓഫ് ആക്കി വെക്കുമ്പോഴാണ് അപ്പൊ ആ ബൂത്തിരി കത്തിച്ച് കഴിച്ചാ ഉണ്ടോ? ഞങ്ങൾ കത്തിക്കുന്ന വളരെ കാലങ്ങൾ കൊള്ളൂട്ടോ കമ്പി അങ്ങനെ പിടിച്ചേ. അതാ രസം. പപ്പടത്തെ പപ്പടം അപ്പൊ നമ്മള് ഇന്നലെ രാത്രി വന്നിട്ട് പൂത്തിരിയും ഇതൊക്കെ കത്തിച്ച് ഗേസ്. പിന്നെ ഞങ്ങള് കടന്നുറങ്ങി. പിന്നെ രാവിലെ നീച്ചു ഭക്ഷണം കഴിച്ച് ഇഡ്ഡലി ചട്നിയും ദോശ ചട്നി ബീഫ് കറി. അപ്പൊ ഇപ്പൊ രണ്ടാം പെരുന്നാളാണ് ഗേസ് അല്ലപ്പാ. അതെ രണ്ടാം പെരുന്നാളാണ്. ഇന്നിപ്പോ നമ്മളെ താരന്മാർക്ക് നമ്മൾ വന്നിക്കാണ് അല്ലേ? ഫുള്ളായിട്ട് വീഡിയോ കാണണം. ലൈക്കും സബ്സ്ക്രൈബ് ലൈക്കും അപ്പൊ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗെയ്സ്. പിന്നെ ബെൽബട്ടൺ കൂടി അമർത്തണം ഗെയ്സ്. ഫുൾ വീഡിയോ എല്ലാരും കാണണം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമന്റിലൂടെ പറയാ. നല്ല അടുത്ത വീഡിയോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ടാറ്റാ. ഇതും പറയും.